വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതാ നമ്മൾ സ്പെഷ്യലായിട്ട് ഇന്നൊരു സംഭവം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കാൻ കേട്ടോ കൂന്തൽ എന്ന് പറഞ്ഞത്. അപ്പോൾ രാവിലെ തന്നെ ഷോപ്പൊക്കെ തുറന്നു വെച്ചു. അപ്പോഴാണ് മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കൂന്തലാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ സംഭവം. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ചെറുതായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ വാങ്ങി വെച്ചു. പിന്നെ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ പണിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതൊക്കെ ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ട്. പിന്നെ കട്ടൻ ചായ വെച്ചു കേട്ടോ. ഞാൻ രാവിലെ പാലൊഴിച്ചിട്ട് ചായ കുടിക്കുന്നില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ മൈഗ്രെയിൻ ഉള്ളവർ അത് ഈ ഉഴുന്നുകൊണ്ടുണ്ടാക്കിയ സംഭവമാണല്ലോ ഈ ഇഡ്ഡലി ദോശ. അതിൻ്റെ കൂടെ നമ്മൾ പാലൊഴിച്ചിട്ട് കഴിക്കാൻ പാടില്ല എന്ന് കേട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് അതൊന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം കൂന്തൽ നേരാക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ രാവിലെ കുറേ തുണികളൊക്കെ ഞാൻ അലക്കിയിട്ടു കേട്ടോ. വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാത്തത് പുറത്ത് അലക്കില്ല, അതൊക്കെ ഞാൻ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതാ കൂന്തൽ നേരാക്കാൻ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് കാണിച്ചു തന്നു കേട്ടോ എങ്ങനെ ശരിയാക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ കത്തിയൊക്കെ എടുത്തിട്ടാണ് വന്നത്, പക്ഷെ അതിന് കത്തിയുടെ ആവശ്യമേ ഇല്ല കേട്ടോ. ഇത് നേരാക്കാനായിട്ട് കത്തിയുടെ ആവശ്യമില്ല. എൻ്റെ മേലത്തെ തോൽ അങ്ങനെ ഉരിച്ച് കളയുക. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു സ്റ്റിക്ക് പോലെയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റിക്ക് കണ്ടില്ലേ, ഇതുപോലെ ഒരു സംഭവം ഉണ്ട്. അതിനെ അങ്ങോട്ട് എടുത്ത് കളയണം കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ ഒരു എന്താ പറയുക കരി ഓയിലില്ലേ, നല്ല കറുപ്പ് കളറിൽ എന്തോ ഒരു സംഭവം കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് നേരാക്കണതും വയ്ക്കാൻ പോണതും കഴിക്കാൻ പോണതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് നേരാക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ ഉള്ളത് എന്താ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ സിമ്പിളായി തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റിക്കൊക്കെ എടുത്തു. പക്ഷെ ചിലതിലില്ലേ അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു മഷി കേട്ടോ. മഷി എന്ന് പറഞ്ഞാൽ നല്ല കറുപ്പ് കളറിലൊരു സാധനം കേട്ടോ. നമ്മുടെ ഐലൈനറൊക്കെ ഇല്ലേ അതിൻ്റെ പോലെ കേട്ടോ. ഇതുപോലെയാണ് നേരാക്കി കഴിഞ്ഞപ്പോൾ. ചിലതിൽ നല്ല കറുപ്പ് കളറിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത് കണ്ടില്ലേ. നേരാക്കി വരുമ്പോഴേക്കും എല്ലാം ഇതാ കരി ഓയിൽ കണക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക ഐലൈനർ ഒഴിച്ചു വിട്ട പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ നേരാക്കി കഴുകി എടുത്തു കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല വെളുവിളേന്ന് എന്താ പറയുക ഒരു കൊഴുകൊഴാന്ന് അതിലൊന്നുമില്ല, മുള്ളില്ല, ഒന്നുമില്ല കേട്ടോ. സംഭവം വെറുതെ ഇങ്ങനെ ഒരു സാധനം കേട്ടോ. അപ്പോൾ എന്തായാലും അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കുക്കിംഗ് ചെയ്യാൻ പോണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് വന്നിട്ട് ആദ്യമായിട്ടാണ് വാങ്ങിക്കണത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി. പക്ഷേ ഇതിൻ്റെ വലിയ സാധനങ്ങളാട്ടോ എല്ലാവരും കുക്ക് ചെയ്യണത് കണ്ടത്. ഇത് ചെറുതായിരിക്കണം. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ കറി വെക്കണ പോലെയാണ് കേട്ടോ. ഇതിന് പുളി അങ്ങനെ ഒന്നും വേണ്ട. നമ്മൾ ചിക്കൻ കറി എങ്ങനെ വെക്കുക അതേപോലെയാണ് വെക്കുക. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവൾ വീഡിയോയിലൊക്കെ കുറേ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ അവൾക്ക് എന്താ പറയുക കഴിക്കുന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് യാദൃശ്യമായിട്ട് വന്നായിരുന്നു കേട്ടോ. മീൻകാരൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ ഇനി അതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് പിടിക്കുമ്പോൾ തന്നെ ഒന്ന് കൊഴാന്നിങ്ങനെ പോകണം കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയോ, നമ്മൾ ഈ ഇളനീര് പിഞ്ച് ഇളനീര് അതിൻ്റെ ഉള്ളിലത്തെ തേങ്ങ അങ്ങോട്ട് എടുക്കുമ്പോൾ കൊഴുകൊഴാന്നുണ്ടാവില്ലേ, അതേപോലെയാണ് എനിക്ക് തോന്നിയത് മുറിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതിന് ഞാനിങ്ങനെ നീളത്തിലൊന്ന് മുറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മസാല പോലെ വെക്കുക, ചിക്കൻ കറി നമ്മൾ വെക്കുന്ന രീതിയിൽ അങ്ങനെ വെക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനൊക്കെ അങ്ങനെ മുറിച്ചെടുക്കുകയായിരുന്നു കേട്ടോ. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് റൗണ്ടിൽ ചിലർ മുറിക്കും. ഞാൻ പക്ഷേ ഇതുപോലെ ഇങ്ങനെ നീളത്തിലും ചിലത് റൗണ്ടിലും ചിലത് നീളത്തിലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ മുറിച്ചെടുത്തു കേട്ടോ. ഇത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യണതുകൊണ്ട് എനിക്കത് തൊടുമ്പോൾ തന്നെ എന്തോ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ശരി പറഞ്ഞിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ ഒരു തേങ്ങ, മറ്റേ ഇളനീരിൻ്റെ ഉള്ളിലത്തെ തേങ്ങ, എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ കാണുമ്പോൾ. പിന്നെ അതിൻ്റെ ഇടയിൽ മോള് വെള്ളരിക്ക കഴിക്കണം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കടയിൽ പോയപ്പോൾ വെള്ളരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളരിക്ക. ഇതുപോലെ പിഞ്ച് വെള്ളരിക്ക ഉപ്പും മുളകും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അവൾക്ക് എടുത്തു കൊടുത്തു. പിന്നെ അതാ നമ്മളിതിനെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മോളത് അവിടെ ഇരുന്ന് വെള്ളരിക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഉപ്പും മുളകും ഇട്ടിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. ഞാനാണെങ്കിൽ വെറുതെ കഴിക്കും. മോള് പക്ഷേ ഉപ്പും മുളകും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമുക്കിത് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് സവാള ആവശ്യമുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം വേണം കേട്ടോ. ചിക്കൻ കറിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഇതിലിടുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല അതൊന്നും ഇടുന്നില്ല കേട്ടോ. മസാലപ്പൊടിയൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിലാണ് വെക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ ചോറൊന്നും വെച്ചില്ല, അല്ലെങ്കിൽ എപ്പോഴും നേരത്തെ വെക്കുന്നതാണെന്ന്. മോൾക്ക് ലീവായതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കറി വെക്കാൻ പോണു. അപ്പോൾ അടുത്ത് തന്നെ ചോറും അരിയിട്ടിട്ടുണ്ട്, ചോറിന് അരിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് നമ്മുടെ പെരിഞ്ജീരകവും പട്ട, ഗ്രാമ്പൂ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് വഴറ്റി കിട്ടും. പിന്നെ 2 എന്താ പറയുക പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം നമ്മുടെ ഇറച്ചി എങ്ങനെ വെക്കുക അതേ സ്റ്റൈലിലാണ് കേട്ടോ അത് വെക്കേണ്ടത്. പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി വഴറ്റി വരണം കേട്ടോ. പിന്നെ തക്കാളി ആവശ്യമുണ്ട്. തക്കാളി നമ്മൾ അരച്ചിട്ടാണ് കേട്ടോ ഇടാൻ പോണത്. തക്കാളി നല്ല ജ്യൂസ് അടിച്ചിട്ട് എന്താ പറയുക ഒരു 2-3 എടുത്തു കേട്ടോ. അത് മിക്സിയിൽ നന്നായി അരച്ചിട്ടാണ് ഇടാൻ പോണത് കേട്ടോ. അങ്ങനെ ഇത് സവാളയൊക്കെ വഴറ്റി വന്നപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു നല്ലൊരു കളർ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തേ. പിന്നെ അതിന് ശേഷം കുറച്ച് മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ മുളകിൻ്റെയും മല്ലിപ്പൊടിയുടെ എല്ലാം മണം പോകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചോറ് നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ മുളക് മണവും എല്ലാം പോയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ അത്. അപ്പോൾ ഒരു 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി മിക്സിയിൽ അരച്ച് ജ്യൂസ് പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ ഈ തക്കാളിയുടെയും പച്ചമണമൊക്കെ പോകണം കേട്ടോ. അത് പച്ചമണം പോണ വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മുടെ കറി എങ്ങനെ തിക്കായിട്ട് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂന്തൽ നമ്മൾ ചെറുതായി കഷ്ണങ്ങളാക്കി വെച്ചതിനെ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 20 മിനിറ്റ് കേട്ടോ, ഒരു 20 മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി എന്താ പറയുക ഇറച്ചിക്കറിയൊക്കെ വെക്കില്ലേ അതേ രീതിയിലാണ് കേട്ടോ ഇരിക്കണേ. ശരിക്കും പറഞ്ഞാൽ അത് മീൻകറി, കൂന്തൽ മീനല്ലേ ശരിക്കും പറഞ്ഞാൽ. അത് മീൻകറി എന്ന് പറയില്ല, ഒരു നല്ലൊരു എന്താ പറയുക ചിക്കൻ കറി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കൂന്തൽ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇതും ചോറും കൂടി കഴിക്കാൻ തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് വെക്കണത്, എന്നാലും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആദ്യം തന്നെ മോൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് കൊടുക്കാം, നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം കേട്ടോ. അവൾക്ക് ഇതുപോലത്തെ കറികളൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. നല്ല എരിവുള്ള കറികളാണ് അവൾക്ക് കൂടുതലായിട്ട് ഇഷ്ടം കേട്ടോ. അപ്പോൾ മോളിതാ കഴിക്കുന്നുണ്ട്. ചോദിച്ചപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞു. പിന്നെ നമ്മുടെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഏട്ടൻ്റെ 4ാമത്തെ ചേച്ചിയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പോൾ ചേച്ചി ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ അവിടെ ആരുമില്ല, ഏട്ടനും എല്ലാവരും പുറത്ത് പോയിരിക്കണോ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ചേച്ചി അപ്പോൾ ഞാനും കൂടിയിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ആയതുകൊണ്ട് ഇത് ചേച്ചി ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഞാനും ആദ്യമായിട്ടാണ് വെക്കണത്, ഇഷ്ടാവ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചു കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും വിചാരിച്ച പോലെ അല്ല കേട്ടോ, കറിയൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് വെക്കുകയാണെങ്കിലും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്, ചെറിയൊരു കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ ഷോപ്പിലാണെങ്കിൽ കണ്ണം ചേച്ചി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പോയിട്ട് വേണം കണ്ണം ചേച്ചി വന്നിട്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു, കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, അതിൻ്റെ ഒരു ഇത്. പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. മാനൊക്കെ കണ്ടില്ലേ, നല്ല നീല കളറിലുണ്ട്. മഴയുടെ ഒരു ലക്ഷണവും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെയാണെങ്കിൽ മരം നല്ല തണുപ്പായിട്ടോ. രണ്ട് സൈഡിലും നമ്മുടെ മരം ഉള്ളതുകൊണ്ട് ഇപ്പുറത്ത് വേപ്പും അപ്പുറത്ത് മറ്റേ ഇതും ഉണ്ടല്ലോ. അപ്പോൾ രണ്ടും കൂടി ചേർന്നതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാനൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഊണൊക്കെ കഴിച്ച് ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കസ്റ്റമറിനെ ആരെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് ആരെങ്കിലും വന്നാൽ പിന്നെ വേഗം സമയം പോവും, അല്ലെങ്കിൽ ഇങ്ങനെ ബോറടിക്കും കേട്ടോ അവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഷോപ്പിലിരിക്കുമ്പോഴാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഉച്ചയായതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഒരു 3:30 പോയിട്ട് കുറച്ച് നേരം കിടക്കും കേട്ടോ. അപ്പോൾ 3:30 വരെ ഞാനിരിക്കും. പിന്നെ കണ്ണം ചേച്ചി വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷിഫ്റ്റാണ് കേട്ടോ ഷോപ്പിൽ. രണ്ടുപേരും മാറി മാറി ഇരിക്കും കേട്ടോ. അപ്പോൾ കണ്ണം ചേച്ചി ഊണൊക്കെ കഴിച്ച് കിടക്കുകയാണ്. അപ്പോൾ ചേച്ചി അവിടെ ഉണ്ട്, മോളും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു 3:30 പോകണം, എന്നിട്ടാണ് നമ്മുടെ റെസ്റ്റ് കേട്ടോ. അങ്ങനെ ഒരു സമയമൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഷോപ്പായതുകൊണ്ട് നമ്മളിവിടെ ഉമ്മർത്ത് ആരും ഇല്ലെങ്കിൽ പിന്നെ ആളില്ല പറഞ്ഞിട്ട് തിരിച്ചു പോവുമല്ലോ. അത് പറഞ്ഞിട്ടാണ് കേട്ടോ എപ്പോഴും ഒരാൾ ഉമ്മർത്തിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ ഒന്ന് അടിച്ചു തുടയ്ക്കുകയാണ് കേട്ടോ. ഞാൻ അധികം വൈകുന്നേരമാണ് കേട്ടോ അടിക്കലും തുടയ്ക്കലും ക്ലീനിങ് പരിപാടികൾ, അടിച്ചു തുടയ്ക്കണ പരിപാടി ഞാൻ എപ്പോഴും വൈകുന്നേരമാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ പാൽക്കാരൻ വരും, 5:15 പാൽക്കാരൻ വരും. പിന്നെ പാല് വാങ്ങിച്ച് ചായ വെക്കണം. പിന്നെ അതിന് ശേഷം പിന്നെ ഷോപ്പിൽ പോയിരിക്കണം കേട്ടോ. അതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ പണികൾ. അതിൻ്റെ ഇടയിൽ ഒരു പണിയുണ്ട് കേട്ടോ. ഞാൻ രാവിലെ വന്നിട്ട് അരി ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇഡ്ഡലിക്കുള്ള അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരയ്ക്കണ പണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി അരച്ച് വെച്ചിട്ട് വേണം എനിക്ക് ഷോപ്പിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉഴുന്നിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് മറന്നുപോയി കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് രാത്രി കിടക്കാൻ പോകുമ്പോഴായിരിക്കും അയ്യോ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വരിക. ഇന്നെന്തായാലും 5:30-6 മണിയാകുമ്പോഴേക്കും ഓർമ്മ വന്നതുകൊണ്ട് സമാധാനമായിട്ടോ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അന്ന് ഗ്രൈൻഡറിലാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ അധികം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിക്സിയിലാണ് അരയ്ക്കാറ് കുറച്ചാകുമ്പോൾ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് അധികം അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോൾക്കാണെങ്കിൽ ഇഡ്ഡലിയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ ഗ്രൈൻഡറിൽ അരച്ചാലില്ലേ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇന്ന് ഗ്രൈൻഡറിൽ അരയ്ക്കുകയാണ്. അപ്പോൾ ഒരു 3-4 ദിവസത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ മാവ്. അപ്പോൾ 3-4 ദിവസത്തിന് പിന്നെ അതിൻ്റെ കാര്യം ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗ്രൈൻഡറിലാട്ടിയ അങ്ങനെ ഒരു ഉപകാരമുണ്ട് കേട്ടോ. മിക്സിയിലാണെങ്കിൽ നമ്മൾ ഒന്നരാടം ഇത്തിരിയാണ്, അത് എളുപ്പമാണ്, കുഴപ്പമില്ല. എന്നാലും ഇതാകുമ്പോൾ 3-4 ദിവസത്തിന് നമുക്കറിയാം, 4 ദിവസത്തിനുള്ളതായല്ലോ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.